ഒരു 6 മാസം കഴിഞ്ഞാൽ തന്നെ നമ്മൾ പാലില്ലാത്ത മറ്റു പല ആഹാരം കുട്ടികൾ കൊടുത്തു തുടങ്ങും. അപ്പം അവർക്കത് പ്രശ്നം ഉണ്ടാവുന്നില്ല. എന്നാൽ ആദ്യത്തെ ഒരു 5-6 മാസം മാത്രമാണ് കുറച്ചെങ്കിലും പ്രയാസമുള്ളത്. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ കുട്ടിക്ക് ആഹാരം ലഭിക്കുകയും വേണം, പാലില്ലാത്ത ആഹാരം കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്ക് കുഴപ്പമുണ്ടാവില്ല. മകരവിസ്കാരത്തിന് ശേഷം സാധാരണ പോലെ ആഹാരം കഴിക്കാം. ഇത് ഗർഭിണിയാണെങ്കിലും കഴിക്കാം, ഇതേപോലെ മുലയൂട്ടുന്ന അമ്മമാരാണെങ്കിലും അങ്ങനെ തന്നെ നോമ്പെടുക്കാൻ കഴിയും. ഇതിൽ ഗർഭിണിയെ ശ്രദ്ധിക്കേണ്ട വിഷയത്തിലേ ഉള്ളൂ, ഛർദിയുള്ള വ്യക്തിയാണെങ്കിൽ അവർ നോമ്പെടുക്കാതിരിക്കാൻ നല്ലത്. ഛർദി ഒന്നുമില്ല, ഒരു 5 മാസം 6 മാസം 7 മാസം 8 മാസമൊക്കെ ആണെങ്കിൽ അവർ നോമ്പെടുക്കുന്നതിന് ഒരു വിരോധമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കുമ്പോൾ ഒരുപാട് ആഹാരം കഴിച്ചത് കൊണ്ടല്ല പാലുണ്ടാവുന്നത്. പാലുണ്ടാവുന്ന പ്രോസസ്സ് ത്വരിതപ്പെടാൻ ആവശ്യമായ ചേഞ്ചസ് ഉണ്ടാക്കിയെടുത്താൽ നന്നായി പാലുണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മുടെ സൊസൈറ്റിയിൽ ഇഷ്ടംപോലെ സ്ത്രീകളുണ്ട്. അവർക്ക് എല്ലാവർക്കും പ്രസവത്തിന് ശേഷം പാൽ ഒരേ അളവിലല്ലല്ലോ ഉണ്ടാവുന്നത്. അപ്പോൾ അതിനെന്താ കാരണം? അതിനൊരു കാരണമുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പം നന്നായി ആഹാരം കഴിക്കുന്ന സ്ത്രീകൾക്ക് കുറേ പാലുണ്ടാകുന്നു എന്ന് പറയാൻ കഴിയില്ല. സർ, ഇപ്പോൾ നോമ്പല്ലേ, റമദാൻ മാസത്തെ, അതായത് പ്രഗ്നൻസി ടൈം ലേഡീസിന് ഏറ്റവും കൂടുതൽ സംശയമുള്ളൊരു കാര്യമാണ് ഈ നോമ്പിനെ കുറിച്ചിട്ട്. അവർ നോമ്പെടുക്കുന്നതിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? പൊതുവേ ഈ പ്രഗ്നൻ്റ് വുമൺ, അതേപോലെ തന്നെ കുട്ടികൾക്ക് മുലയൂട്ടുന്ന അമ്മമാർ, അവർ നോമ്പെടുക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറിന് ചോദിക്കാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ സ്ത്രീകളുടെയും ആരോഗ്യം ഒരുപോലെയല്ല. ചില സ്ത്രീകൾ ഗർഭിണിയായാൽ വല്ലാതെ ഛർദ്ദിക്കും. ആ ഛർദ്ദിക്കുന്ന സ്ത്രീകൾ പരിശോധിച്ചാൽ തന്നെ ഗർഭത്തിൻ്റെ എല്ലാ മാസവും ഛർദ്ദിക്കില്ല, ആദ്യത്തെ 2-3 മാസമൊക്കെ ഛർദ്ദിക്കുള്ളൂ, ചിലപ്പോൾ 4 മാസമൊക്കെ ഛർദ്ദിച്ചേക്കാം. ഇങ്ങനെ ഛർദ്ദിയുള്ള ആളുകൾ നോമ്പെടുക്കാതിരിക്കാൻ നല്ലത്. പക്ഷേ ഒരു 3 മാസം 4 മാസം 5 മാസം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഛർദ്ദിയൊക്കെ പരിപൂർണമായി നിന്നാൽ പിന്നെ അവർ നോമ്പെടുക്കുന്ന കുഴപ്പമൊന്നുമില്ല, അവർക്ക് നോമ്പെടുക്കാവുന്നതാണ്. ആളുകൾക്ക് ഉണ്ടാകുന്നൊരു ഭയം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഹെൽത്ത് ഇഷ്യൂ ചോദിച്ചില്ലേ, ഭയം എന്താണെന്ന് ചോദിച്ചാൽ, കുട്ടി വളർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ മാതാവ് ആഹാരത്തിൻ്റെ അളവ് കുറഞ്ഞു പോയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എന്നുള്ള ഒരു ഭയമാണുള്ളത്. സത്യത്തിൽ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാരണം അത്താഴത്തിന് ചെറിയ തോതിലാണെങ്കിലും ആ ഒരു ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഈത്തപ്പഴമോ മറ്റോ കഴിക്കുന്നത് അത്ര മതി. ആ ഒരളവിൽ കഴിക്കുകയും നോമ്പ് തുറക്കുകയും ചെയ്യുന്ന ഒരു ലെവലിൽ ആഹാരം കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ പറയുന്നതാണ്, ഉമ്മമാർ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ കുട്ടിക്ക് ഭക്ഷണം എത്തൂല, കുട്ടി ആരോഗ്യത്തിന് ബുദ്ധിമുട്ടാണ് എന്നൊരു അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അങ്ങനെ ഒരു കൺസെപ്റ്റ് ശരിക്കും അങ്ങനെ അത് ശരിയല്ല. ഇപ്പോൾ നമുക്ക് ലോകത്ത് മനുഷ്യരുടെ ആഹാരശീലങ്ങൾ പരിശോധിച്ചാൽ ലോകത്തിന് എല്ലാ ഭാഗത്തും ഒരേ ആഹാരശീലമല്ല ഉള്ളത്. എല്ലാവരും ഒരേപോലെ ആഹാരം കഴിക്കുന്നവരല്ല ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ മലേഷ്യ അല്ലെങ്കിൽ ജപ്പാൻ അല്ലെങ്കിൽ കൊറിയ പോലത്തെ രാജ്യങ്ങൾ നോക്കിയാൽ അവിടെ ആഹാരം കഴിക്കുന്ന രീതി വളരെ കുറച്ച് ആഹാരം കഴിക്കുകയുള്ളൂ. അതേസമയം നിങ്ങൾ ആഫ്രിക്ക അതുപോലെ ചില രാജ്യങ്ങൾ നോക്കുമ്പോൾ അവിടെ ഒരുപാട് ആഹാരം കഴിക്കുന്ന കാണാൻ കഴിയും. യൂറോപ്യൻസിൻ്റെ ആഹാരശീലം വളരെ ഡിഫറെൻ്റാണ്. ഇന്ത്യക്കാരത് പിന്നെ ഓരോ സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായ സ്വഭാവമാണ്, നമുക്കറിയാലോ. ഇതേപോലെ തന്നെ സൊമാലിയ പോലെ അല്ലെങ്കിൽ മ്യാൻമർ പോലെ ഒരുപാട് പട്ടിണി പാവങ്ങൾ ജീവിക്കുന്ന പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശങ്ങളിലും വളരെ കുറഞ്ഞ അളവിൽ മാത്രം ആഹാരം ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ആഹാരം ഒരുപാട് കഴിച്ചത് കൊണ്ട് കൂടുതൽ ആരോഗ്യമുള്ള കുട്ടി ഉണ്ടാകുമെന്നുള്ള ചിന്തയൊക്കെ ശരിക്കും തെറ്റാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് വിശപ്പുണ്ടെങ്കിൽ ആഹാരം കഴിക്കുക, വിശപ്പില്ലെങ്കിൽ ആഹാരം കഴിക്കേണ്ട തത്വവും. നോമ്പ് നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് നോമ്പ് തുറക്കുന്ന സമയത്ത് സാധാരണ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുക. മകരവിസ്കാരത്തിന് ശേഷം സാധാരണ പോലെ ആഹാരം കഴിക്കാം. ഇത് ഗർഭിണിയാണെങ്കിലും കഴിക്കാം, ഇതേപോലെ മുലയൂട്ടുന്ന അമ്മമാരാണെങ്കിലും അങ്ങനെ തന്നെ നോമ്പെടുക്കാൻ കഴിയും. ഇതിൽ ഗർഭിണിയെ ശ്രദ്ധിക്കേണ്ട വിഷയത്തിലേ ഉള്ളൂ, ഛർദിയുള്ള വ്യക്തിയാണെങ്കിൽ അവർ നോമ്പെടുക്കാതിരിക്കാൻ നല്ലത്. ഛർദി ഒന്നുമില്ല, ഒരു 5 മാസം 6 മാസം 7 മാസം 8 മാസമൊക്കെ ആണെങ്കിൽ അവർ നോമ്പെടുക്കുന്നതിന് ഒരു വിരോധമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതേസമയത്ത് ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ, അവരുടെ അവസ്ഥ അങ്ങനെയല്ല. അവർ എല്ലാവരുടെ ഒരേ അവസ്ഥയല്ല. ചില സ്ത്രീകൾക്ക് നിങ്ങൾക്കറിയാം, അവർ ആഹാരമൊന്നും കാര്യമായി കഴിച്ചില്ലെങ്കിലും ഒരുപാട് പാലുണ്ടാവുന്ന സ്ത്രീകളുണ്ടാവും. ചില സ്ത്രീകൾ ഒരു നേരത്തെ ആഹാരം കുറഞ്ഞാൽ തന്നെ പാല് കുറഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട്. കണ്ടമാനം സ്ത്രീകൾ അവർ പാല് കൊടുക്കുന്നതിന് മുമ്പേ കുറേ വെള്ളം കുടിച്ച് ശീലിച്ചിട്ട് അങ്ങനെ പാൽ കൊടുക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഇതിനൊന്നും ആവശ്യമില്ല. അവർ വിശപ്പ് നോക്കി ആഹാരം കഴിക്കുക എന്ന തത്വം ഫോളോ ചെയ്യുകയും അതിനിടയ്ക്ക് അവരുടെ പാൽ മുലയൂട്ടുന്ന സമയത്ത് നോമ്പ് വരികയാണെങ്കിൽ നോമ്പെടുക്കാവുന്നതാണ്. പക്ഷേ ആ നോമ്പെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാവർക്കും ഒരേപോലെയല്ല. ചില സ്ത്രീകൾക്ക് നോമ്പെടുത്താൽ അത് പ്രയാസം വരുന്ന അവസ്ഥയുണ്ട്. ഇപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ 2 വയസ്സോട് അടുത്തുള്ള പാൽ കൊടുക്കുന്ന ഉമ്മമാരൊക്കെ ആണെങ്കിൽ അതൊരു കുഴപ്പമുണ്ടാവില്ല. കാരണം നമുക്കറിയാം, ഒരു 6 മാസം കഴിഞ്ഞാൽ തന്നെ നമ്മൾ പാലില്ലാത്ത മറ്റു പല ആഹാരം കുട്ടികൾ കൊടുത്തു തുടങ്ങും. അപ്പം അവർക്കത് പ്രശ്നം ഉണ്ടാവുന്നില്ല. എന്നാൽ ആദ്യത്തെ ഒരു 5-6 മാസം മാത്രമാണ് കുറച്ചെങ്കിലും പ്രയാസമുള്ളത്. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ കുട്ടിക്ക് ആഹാരം ലഭിക്കുകയും വേണം, പാലില്ലാത്ത ആഹാരം കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്ക് കുഴപ്പമുണ്ടാവില്ല.
അപ്പോൾ സാധാരണഗതിയിൽ നോമ്പ് കാലം മുഴുവൻ പിന്നെ നോമ്പെടുക്കാതെ ഇരിക്കണം, മുലയൂട്ടുന്ന കാലം മുഴുവൻ ഒരിക്കലും അമ്മമാർ നോമ്പെടുക്കാൻ പാടില്ല എന്നൊരു അഭിപ്രായം ഉണ്ടല്ലോ. ഈ അഭിപ്രായം വേണ്ടത്ര ശരിയല്ല. ഇപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഒരു കൊല്ലം കഴിഞ്ഞ ഒരു കുട്ടിയാണ്, ആ കുട്ടി എന്തെല്ലാം ആഹാരം കഴിക്കും? അപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു പോഷകം തന്നെയാണ് പാലെങ്കിൽ പാലും കൊടുക്കാം പക്ഷേ ഞാൻ കാണുന്ന ഒരു രസകരമായ കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ, അക്യുപഞ്ചർ ചികിത്സ കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒട്ടേറെ ആളുകളുണ്ട്. അവർ അക്യുപഞ്ചർ ചികിത്സക്കിടയിൽ ചില സമയത്തൊക്കെ, നോമ്പല്ലാത്ത സമയത്തൊക്കെ വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കും. വാട്ടർ ഫാസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ പച്ചവെള്ളം മാത്രമേ കുടിക്കുള്ളൂ, വേറെ ഒന്നും കഴിക്കില്ല. റമദാൻ മാസത്തിലല്ല ഇത് ചെയ്യുക, മറ്റ് മാസങ്ങളിൽ മറ്റൊഴിവ് പോലെ ചെയ്യാം. അപ്പോൾ അങ്ങനെ വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് വെറും പച്ചവെള്ളം മാത്രം ഒരു 3 ദിവസമോ 5 ദിവസമോ കുടിക്കുന്ന അത്തരം പാല് കൊടുക്കുന്ന ഉമ്മമാർ, അതൊരു ആരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സയുടെ ഭാഗമായിട്ട് വാട്ടർ ഫാസ്റ്റിംഗ് പറയുന്നത്. അപ്പോൾ ഈ വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കുന്ന സ്ത്രീകൾക്ക് അവർ മറ്റാഹാരമൊന്നും കഴിക്കുന്നില്ല, വെറും പച്ചവെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ. പക്ഷേ അവർക്ക് ആ സമയങ്ങളിൽ കുട്ടിക്ക് പാലില്ലാത്ത അവസ്ഥയൊന്നുമില്ല, ധാരാളം പാല് കിട്ടുന്ന സംഭവങ്ങളുണ്ട്. ഇതുപോലെ തന്നെ ചില അക്യുപഞ്ചർ ചികിത്സ ഫോളോ ചെയ്യുന്ന ചില കുടുംബങ്ങൾ, അവർ പിന്നെ മുലയൂട്ടുന്ന അമ്മമാർ ആക്സിഡൻ്റ് ആയ സമയത്ത് സ്വാഭാവികമായി ആക്സിഡൻറ്റിൻ്റെ ചികിത്സക്ക് കൃത്യമായി ആഹാരക്രമം ഒരു നിയന്ത്രണം നമ്മൾ നൽകാറുണ്ട്. അപ്പോൾ കാര്യമായി ആഹാരമൊന്നും കൊടുക്കില്ല, എന്തെങ്കിലും ഒരു നേരത്തെ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ലിക്വിഡായിട്ടുള്ള ഫുഡ് മാത്രമാണ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വളരെ കുറഞ്ഞ ആഹാരം മാത്രം കൊടുത്തിട്ട് ആ സമയത്തും കുട്ടികൾക്ക് പാലില്ലാത്ത അവസ്ഥ കാണാൻ കഴിയുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ മാതാവ് പാലൂട്ടുന്ന ഉമ്മ അവർ കഴിക്കുന്ന ആഹാരം കൊണ്ട് മാത്രമാണ് കുട്ടിക്ക് പാലുണ്ടാകുന്നത് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. ഇങ്ങനെ പല സംഭവങ്ങളും കാണാൻ കഴിയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നോമ്പെടുക്കാൻ താല്പര്യമുള്ളവർക്ക് നോമ്പെടുക്കാം, പക്ഷെ നോമ്പെടുക്കുമ്പം നോമ്പെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കുക. ആ പ്രശ്നങ്ങൾക്ക് അക്യുപഞ്ചർ ചികിത്സ ഫോളോ ചെയ്താൽ നല്ലൊരു പരിഹാരം. അപ്പം ഒരു സ്ത്രീ, അവർക്ക് നോമ്പൊന്നുമല്ല, പക്ഷേ കുട്ടിക്ക് വേണ്ടത്ര പാലില്ല, ഇങ്ങനൊരു അവസ്ഥ ഉണ്ടെങ്കിൽ അതിന് അക്യുപഞ്ചർ ചെയ്താൽ അവർക്ക് പാല് വർദ്ധിക്കുന്ന നമുക്ക് കാണാം. അതെ, അതിന് അങ്ങനെ ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അക്യുപഞ്ചർ ഫോളോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അത്തരം സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെയുണ്ട്. അവർക്ക് നോമ്പ് കാലത്തും പാല് കൊടുക്കുന്ന സമയത്തും അവർക്ക് നോമ്പെടുക്കാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനത്തെ പേഷ്യൻസ് പാല് ഇപ്പം പ്രസവം കഴിഞ്ഞു, കുട്ടികൾക്ക് വേണ്ടതുപോലെ പാലില്ല എന്ന് പറഞ്ഞ് ചികിത്സക്ക് സ്ത്രീകൾ വരാറുണ്ട്. അവർ ചികിത്സിക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് ആ രീതിയിൽ അങ്ങനെ പാലുണ്ടാകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവർക്ക് പ്രത്യേകമായി കൂടുതൽ ആഹാരം കഴിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ആഹാരം പ്രത്യേകമായി നിർദ്ദേശിക്കുകയൊന്നും ചെയ്യുന്നില്ല. അവർ സാധാരണ കഴിക്കുന്ന ആഹാരം മാത്രം കഴിക്കുക. കാരണം നമ്മുടെ തത്വം അനുസരിച്ച് ഒരുപാട് ആഹാരം കഴിക്കുക എന്നുള്ളത് നല്ല കാര്യമല്ല, വിശപ്പുണ്ടെങ്കിൽ ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ആഹാരം കഴിച്ചത് കൊണ്ടല്ല പാലുണ്ടാവുന്നത്. പാലുണ്ടാവുന്ന പ്രോസസ്സ് ത്വരിതപ്പെടാൻ ആവശ്യമായ ചേഞ്ചസ് ഉണ്ടാക്കിയെടുത്താൽ നന്നായി പാലുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മുടെ സൊസൈറ്റിയിൽ ഇഷ്ടംപോലെ സ്ത്രീകളുണ്ട്. അവർക്ക് എല്ലാവർക്കും പ്രസവത്തിന് ശേഷം പാൽ ഒരേ അളവിലല്ലല്ലോ ഉണ്ടാവുന്നത്. അപ്പോൾ അതിനെന്താ കാരണം? അതിനൊരു കാരണമുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പം നന്നായി ആഹാരം കഴിക്കുന്ന സ്ത്രീകൾക്ക് കുറേ പാലുണ്ടാകുന്നു എന്ന് പറയാൻ കഴിയില്ല. ചില സ്ത്രീകൾ വളരെ കുറച്ച് ആഹാരം കഴിക്കുള്ളൂ, പക്ഷേ അവർക്കൊരു ഇഷ്ടം പോലെ പാലുണ്ടാവുന്നുണ്ട്. എന്നാൽ ചില സ്ത്രീകൾ ധാരാളം പാലുണ്ടാകാൻ വേണ്ടി ഒരുപാട് ആഹാരം വളരെ കഷ്ടപ്പെട്ട് കഴിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഉള്ള പാലും കൂടി ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആഹാരത്തിൻ്റെ വർധനവ് കൊണ്ട് പാലുണ്ടെന്ന് പറയാൻ കഴിയില്ല, മറിച്ച് നമ്മൾ അവർക്ക് ചികിത്സയിലൂടെ അവരുടെ ഈ ഹോർമോണൽ പ്രോസസ്സ് അത് ശരിയാക്കാൻ ചികിത്സിക്കുമ്പോൾ അനുബന്ധമായ പ്രയോജനം കിട്ടും. വളരെ നല്ല അഭിപ്രായമാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. കാരണം ഇപ്പോൾ നാട്ടിൽ സ്വതവേ ഉള്ളൊരു ചോദ്യമാണിത്. കാരണം പല ആൾക്കാർക്കും ഒരു സംശയമാണ്. കാരണം ഈ എന്താ പറയുക പ്രഗ്നൻസി ടൈമുള്ളത് ഇപ്പോൾ സാർ പറഞ്ഞത് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു. വളരെ നന്ദി. ഓക്കെ.